നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെയും ലയണൽ മെസ്സിയുടെയും ആരാധകർക്കിടയിൽ വലിയ രൂപത്തിൽ കോളിളക്കം സൃഷ്ടിക്കാവുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലാവങ്കാടിയേക്ക് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഷാവി ഹെർണാണ്ടസ് എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ബാഴ്സലോണ വിട്ട സമയത്ത് ഞാനൊന്നും പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. അത് ഔട്ട് ഓഫ് റെസ്പെക്റ്റ് എടുത്ത തീരുമാനമായിരുന്നു. പക്ഷേ എനിക്കെതിരെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു. 2023 PSG വിട്ട് ഇന്റർ മയാമിയിലേക്ക് മെസ്സി പോയില്ലേ, ആ സമയത്ത് ലിയോ മെസ്സി ശരിക്കും പറഞ്ഞാൽ ബാഴ്സലോണയിലേക്ക് എത്തേണ്ടതായിരുന്നു. അദ്ദേഹം അത് സമ്മതിച്ചിരുന്നു. ഏതാണ്ട് ഡൺ ഡീലായതാണ്. അത് തകർത്തത് ജോൻ ലാപ്പോട്ടയാണ്. മെസ്സി FC ബാഴ്സലോണയിലേക്ക് തിരികെ എത്താൻ ഒരേ ഒരു കാരണം ജോൻ ലാപ്പോട്ടയാണ് എന്ന് തുറന്നടിച്ചു പറയുകയാണിപ്പോൾ ചാവി ഹെർണാണ്ടസ് ചെയ്തിരിക്കുന്നത്. ചാവി പറയുന്ന വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ലയണൽ മെസ്സിയുടെ ബാഴ്സലോണയിലേക്കുള്ള മടങ്ങി വരവ് 2023 സൈനിങ് അത് ഓൾമോസ്റ്റ് ഡണ്ടിയിലായിരുന്നു. വേൾഡ് കപ്പിന് ശേഷം 2022 വേൾഡ് കപ്പിന് ശേഷം അത് ഏതാണ്ട് തീരുമാനമായതായിരുന്നു. ലാപ്പോട്ട സത്യമല്ല പറയുന്നത്. 2023 ജനുവരിയിൽ ലയണൽ മെസ്സി വേൾഡ് ചാമ്പ്യൻ ആയതിനു ശേഷം ഞങ്ങൾ പരസ്പരം മെസ്സേജുകൾ അയച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു തിരിച്ചു വരവിന് അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആണ് എന്ന്. അപ്പോൾ ഞാൻ കരുതി അത് സംഭവിക്കാൻ പോവുകയാണ് എന്ന്. മാർച്ച് മാസം വരെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഓക്കെ പറയുകയാണെങ്കിൽ ഞാൻ പ്രസിഡൻറ്റിനോട് പറയാം. അതായത് മെസ്സി ബാഴ്സലോണയിലേക്ക് വരാമെന്ന് സമ്മതിച്ചാൽ ലാപ്പോട്ടയോട് പറഞ്ഞ് കാര്യങ്ങൾ നടത്താമെന്ന് അങ്ങോട്ട് ചാവി ഹെർണാണ്ടസ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ലാപ്പോട്ട ഹോർഗെ മെസ്സിയുടെ പിതാവുമായിട്ട് നെഗോസിയേഷൻസ് ആരംഭിച്ചു. ലാലീഗയിൽ നിന്ന് ഗ്രീൻ ലൈറ്റ് ലഭിച്ചിരുന്നു. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ലാപ്പോട്ടയാണ് അവസാനം എല്ലാം വേണ്ടെന്ന് വെച്ച് പിൻവാങ്ങിയത്. ലാപ്പോട്ട എന്നോട് പറഞ്ഞത് ലിറ്ററലി, ലിയോ മെസ്സി തിരികെ വന്നു കഴിഞ്ഞാൽ അതൊരു വെയ്ജ് വാർ ഉണ്ടാക്കും, എനിക്കെതിരുള്ളൊരു വാറായിട്ട് മാറും, അതൊരിക്കലും സമ്മതിക്കാൻ പാടില്ലാത്തതാണ്. ദെൻ സഡൻലി ലയണൽ മെസ്സി എൻ്റെ കോളുകൾക്ക് മറുപടി പറയുന്നത് നിർത്തി. കാരണം ലാപ്പോട്ടയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊരിക്കലും സംഭവിക്കില്ല, ഈ ഒരു മടങ്ങി വരവ് സംഭവിക്കില്ല എന്നുള്ളത് ലാപ്പോട്ടയുടെ ഭാഗത്ത് നിന്ന് മെസ്സിയുടെ ടീമിനെ അറിയിച്ചിരുന്നു. ഞാൻ ലയണൽ മെസ്സിയുടെ പിതാവിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് സംഭവിക്കാൻ പാടില്ല, മെസ്സി തിരികെ വരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രസിഡൻറ്റിനോട് സംസാരിക്കുക, അപ്പോൾ അറിയാം കാര്യങ്ങളെന്ന്. സോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ലയണൽ മെസ്സിയുടെ മടങ്ങി വരവിനെക്കുറിച്ച് ഏതാണ്ട് ഒരു 5 മാസക്കാലമായിട്ട് സംസാരിച്ചിരുന്നതാണ്. എല്ലാം റെഡിയായിരുന്നാണ്. ഫ്രം ഫുട്ബോൾ പോയിൻ്റ് ഓഫ് വ്യൂ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇക്കണോമിക്കലി ഒരു പ്രശ്നവും ആ ഒരു ഘട്ടത്തിൽ ബാഴ്സലോണക്കുണ്ടായിരുന്നില്ല. എല്ലാം റെഡിയായിരുന്നു, എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ ലയണൽ മെസ്സിയുടെ മടങ്ങി വരവ് സംഭവിച്ചില്ല. അതിൻ്റെ കാരണം ജോൻ ലാപ്പോട്ട മാത്രമാണ് എന്നാണിപ്പോൾ ചാവി ഹെർണാണ്ടസ് തുറന്നു പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കുറേ കാലത്തിന് മെസ്സി ചാവിയുടെ വിളികൾക്കും മെസ്സേജുകൾക്കൊന്നും മറുപടി പറഞ്ഞിരുന്നില്ല അത്രേ. മെസ്സി കരുതിയിരുന്നത് ചാവി കൂടി ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ മെസ്സിക്ക് കാര്യങ്ങൾ അറിയാം. ഞങ്ങൾ പരസ്പരം വീണ്ടും പഴയ പോലെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട് എന്നുകൂടി ചാവി പറയുന്നു. ചാവിയുടെ ആ വാക്കുകൾ കൂടി ഒന്ന് നോക്കാം. അദ്ദേഹം പറയുന്നു, യെസ്, ലയണൽ മെസ്സി വിചാരിച്ചിരുന്നത് ഞാൻ കൂടി ഈ ഓൾഡ് സ്കീമിൻ്റെ ഭാഗമാണ് എന്നാണ്. അത് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചു വളരെ വലിയ രൂപത്തിൽ. പക്ഷേ ഇപ്പോൾ മെസ്സിക്ക് വീണ്ടും കാര്യങ്ങൾ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ ഒരു ഘട്ടമുണ്ടായിരുന്നു, എനിക്ക് മെസ്സിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞ ഒരു ഷെയിമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അത് തീർച്ചയായിട്ടും ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ കൊണ്ട് സംഭവിച്ചതാണ്. ലയണൽ മെസ്സി ഒരിക്കലും ബാഴ്സലോണയിലേക്ക് ലാപ്പോട്ടയുള്ളിടത്തോളം കാലം മടങ്ങി വരില്ല. അതിൻ്റെ കാരണം ലാപ്പോട്ടക്ക് അദ്ദേഹം ഇവിടെ എത്തരുത് എന്നാണ്. അത് ഈ ഒരു മടങ്ങി വരവ് സംഭവിക്കാതിരിക്കാൻ കാരണം ലാലീഗയോ ഹോർഗെ മെസ്സി പണം ചോദിച്ചതോ ഒന്നുമല്ല. അങ്ങനെ അവർ പ്രചരിപ്പിക്കുന്നതൊക്കെ തെറ്റാണ്. ലാപ്പോട്ടയാണ് ഈ കാര്യങ്ങളുടെ എല്ലാം കാരണമായിട്ട് മാറിയത്. ആ സമയത്ത് സത്യത്തിൽ ലയണൽ മെസ്സിയുടെ മടങ്ങി വരവിന് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ടീമിലുണ്ടെങ്കിൽ ഗോളടിക്കാൻ എളുപ്പമായിരുന്നു. ആ ഫൈനൽ പാസുകൾ വന്നിരുന്നു. വിതൗട്ട് എനി ഡൗട്ട് അദ്ദേഹം തീർച്ചയായിട്ടും
ടീമിന് ഗുണകരമായി മാറിയേനെ. ലിയോ വുഡ് സക്സീഡ് അഗെയിൻ അറ്റ് ക്യാമ്പ് നൗ ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ഹിസ് വിഷ് ആൻഡ് മൈൻ. അത് എൻ്റെയും അദ്ദേഹത്തിൻ്റെയും ഒക്കെ ആഗ്രഹമായിരുന്നു. എല്ലാം നശിപ്പിച്ച് കളഞ്ഞത് ലാപ്പോട്ടയാണ് എന്നിപ്പോൾ ചാവി ഹെർണാണ്ടസ് തുറന്നു പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.